21 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ധന്യ പദവിയിലേക്ക് തിയോഫിനച്ചൻ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ പൊന്നുരുന്നിയിലുള്ള എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം അത്രമാത്രം ജനങ്ങളുമായി ഇടപഴകിയ വല്യച്ഛനെന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത് തന്നെ. എല്ലാ മതവിശ്വാസികളും മതവിഭാഗങ്ങൾ വേർതിരിവുകളില്ലാതെ അച്ഛൻ്റെ സ്നേഹവും സാന്നിധ്യവും അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ ഇടപെടലുകളും അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പലരും പറഞ്ഞു വിശുദ്ധനായ വല്യച്ഛനെന്നാണ്. കാരണം അച്ഛൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സൗഖ്യം കിട്ടുന്ന അനുഭവങ്ങൾ, മാനസിക സംഘർഷങ്ങളും അതുപോലെ ഭ്രാന്തിൻ്റെ തലത്തിൽ വരെ എത്തിയ ജീവിതങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ തിയോഫിനച്ചനെ ഒന്ന് കണ്ട് തൊട്ടാൽ മതി, സൗഖ്യം കിട്ടും. മഹത്വം, മനുഷ്യൻ്റെ മഹത്വത്തിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുന്നതായിട്ടൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ തിയോഫിൻ ഗിൽഡിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണിപ്പോൾ. ഓരോ തിങ്കളാഴ്ചകളിലും അനേകരിവിടെ കടന്നു വന്ന് ഈ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആത്മീകവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും ഈ വല്യച്ഛൻ കർത്താവിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പൊന്നുരുന്നി പ്രദേശത്തെ മാത്രമല്ല, ഈ മറ്റു സ്ഥലങ്ങളിലും തിയോഫിനച്ചനെ കുറിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പല സ്ഥലങ്ങളിലിരുന്ന് തിയോഫിനച്ചൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും ഈ ദേവദാസനായിരുന്ന തിയോഫിനച്ചൻ, ഇപ്പോൾ ധന്യനായി മാറിയ തിയോഫിനച്ചൻ, അവരെയെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു ആത്മീയ സന്തോഷമാണ്. കാരണം വിശുദ്ധ ജീവിതത്തിന് സ്വർഗം എത്രമാത്രം വില കൽപ്പിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തുകയാണ് ഈ വിശുദ്ധ ജീവിതത്തിലൂടെ. ഇത് തിയോഫിനച്ചൻ താമസിച്ച ഒരു മുറിയെ ഇവിടെ ഈ മ്യൂസിയത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഒറിജിനൽ മുറി അപ്പുറത്തുണ്ട്, തിയോഫിനച്ചൻ താമസിച്ച മുറി. പക്ഷേ ഈ മ്യൂസിയത്തിൽ വരുന്നവർക്ക് തിയോഫിനച്ചൻ്റെ മുറിയെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അച്ഛൻ ഉപയോഗിച്ച ഈസി ചെയറുണ്ട്, കസേരയുണ്ട്, അതുപോലെ അച്ഛൻ ഉപയോഗിച്ച ടൈപ്പ് റൈറ്റർ, അതുപോലെ അച്ഛൻ വലിയൊരു ധ്യാനഗുരുവായിരുന്നു. കപ്പൂച്ചൻ മിഷൻ ധ്യാനം, ആ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു ദിവസം സെമിത്തേരി പ്രസംഗങ്ങളുണ്ട്. ആ സെമിത്തേരി പ്രസംഗത്തിലൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികത വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് തലയോട്ടി വെച്ചുകൊണ്ട് പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛൻ ഉപയോഗിച്ച വസ്തുക്കളും ഒക്കെ ഈ മ്യൂസിയത്തിൽ ഇവിടെ വച്ചിട്ടുണ്ട്. അച്ഛൻ യഥാർത്ഥത്തിൽ വളരെ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് ഈ പ്രഭാത പ്രാർത്ഥനയ്ക്കായിട്ട് അച്ഛൻ സന്യാസികൾ ഒരുമിച്ച് കൂടുന്ന ആ പ്രാർത്ഥന സ്ഥലത്ത് എത്തിച്ചേരും. ആദ്യമേ തന്നെ തിയോഫിനച്ചൻ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അച്ഛനെ കണ്ടുമുട്ടിയവരും അച്ഛൻ്റെ കൂടെ ജീവിച്ചിരുന്നവരൊക്കെ പറയുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി നേടിയിട്ടാണ് ആളുകളുമായുള്ള ബന്ധത്തിൽ അവർക്ക് ഈശോയുടെ സൗഖ്യവും ഈശോയുടെ സാന്ത്വനവും ഈശോയുടെ വിടുതലും, ഈശോ നൽകുന്ന വിടുതലും അച്ഛനിലൂടെ അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായത് ഈ കുർബാനയുടെ ശക്തി അച്ഛൻ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ധന്യനായ തിയോഫിനച്ചനാണ് ഈ പൊന്നുരുന്നിയിൽ ഇപ്പോഴുള്ള ഈ ആശ്രമവും ഈ പരിസരവും ഒക്കെ മനോഹരമാക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത്. അച്ഛനാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഒരു കപ്പൂച്ചൻ ആശ്രമം ആരംഭിച്ച് ഒരു കപ്പൂച്ചൻ കൂട്ടായ്മ ആരംഭിക്കുന്നത്. അപ്പോൾ പരിസരത്തുള്ളവർക്കൊക്കെ ആദ്യം ഒരു സംശയത്തിൻ്റെ ഒരു മുൻമുലയിൽ അച്ഛനെ നിർത്തിയിരുന്നെങ്കിലും അച്ഛൻ അവരെ അതൊക്കെ സ്നേഹം കൊണ്ട് കീഴടക്കി. ക്രിസ്തുവിലുള്ള സ്നേഹം കൊണ്ട് അവരുടെ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഒക്കെ അച്ഛന് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം എല്ലാവരും അച്ഛനെ സഹായിക്കുവാനും അച്ഛനോടൊപ്പം സഹകരിക്കുവാനും ഒക്കെ കൂട്ടുകൂടി. അങ്ങനെ അച്ഛൻ അവരുടെ ആത്മീകവും ഭൗതികവും മാനസികവുമായ എല്ലാ മേഖലകളിലും ഒരു വല്യച്ഛനായിട്ട് അച്ഛൻ മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വീടുകളിലൊക്കെ അച്ഛൻ സ്വീകാര്യനായിരുന്നു. പുതിയ വീടുകൾ വയ്ക്കുവാനായിട്ട് അവരുടെ പറമ്പുകൾ, കാവുകളുള്ള പറമ്പുകളുണ്ടായിരുന്നു.
അപ്പോൾ കാവുകളുള്ള പറമ്പുകൾ കാവ് വെട്ടാനായിട്ട് എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ വന്ന് തിയോഫിനച്ചനോട് പറഞ്ഞ് ആ വീട് വയ്ക്കുന്നതിന് വേണ്ടി കാവ് വെട്ടിത്തരണമെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെയുള്ള ആ സാഹചര്യങ്ങൾ, അവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ ദൈവസന്നിധിയിലൊക്കെ സമർപ്പിച്ചിട്ട് കാവ് വെട്ടാനായിട്ട് അച്ഛൻ ആദ്യം കാവ് വെട്ടിയിട്ട് പോകും. മറ്റുള്ളവർ പിന്നെ ആ കാവൊക്കെ തെളിച്ച് അവിടെ വീടുകൾ വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു തമ്മനത്തിനടുത്ത് ഒരു മുസ്ലിം പള്ളി, അവിടെ അതും കാവുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അപ്പോൾ തിയോഫിനച്ചൻ അവിടെ ചെന്ന് കാവ് വെട്ടി പള്ളി വയ്ക്കാൻ, മുസ്ലിം പള്ളി വയ്ക്കാനൊക്കെ അച്ഛൻ്റെ ഒരു സഹായം ലഭിച്ചതായിട്ട് പഴമക്കാർ പറയുന്നുണ്ട്. അങ്ങനെ തിയോഫിനച്ചൻ എല്ലാ ഭവനങ്ങളിലും കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും യുവാക്കൾക്കും ഒക്കെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു. ഇതിൻ്റെ അടുത്ത് 2 സ്കൂളുകളുണ്ട്, ക്രിസ്തുരാജ CKC സ്കൂള്, അതുപോലെ സെൻറ്റ് റീത്ത സ്കൂള്. ഈ സ്കൂളുകളിലുള്ള കുട്ടികളെല്ലാവരും തിയോഫിനച്ചൻ്റെ അടുത്ത് വന്ന് പരീക്ഷാ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടും, അച്ഛൻ്റെ ആശീർവാദമൊക്കെ വാങ്ങിക്കും. അങ്ങനെ ഈ കുട്ടികൾക്കും ഈ അച്ഛൻ ഒരു ബലമായിരുന്നു. അവരുടെ പരീക്ഷകൾ സമയത്തുണ്ടാകുന്ന ഉത്കണ്ഠകൾ മാറ്റാൻ അച്ഛൻ അവർക്ക് ഒരു സാന്നിധ്യമായിട്ട് നിന്നിരുന്നുവെന്ന് അച്ഛൻ്റെ ജീവിതത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അച്ഛൻ ജീവിച്ച സമയത്ത് ഒരു ചെറിയ മുറിയിലാണ്, പരിമിതികളിലാണ് ജീവിച്ചിരുന്നതെന്ന് കാണാൻ പറ്റും. അച്ഛൻ ഉപയോഗിച്ച കട്ടിൽ ഇവിടെ മ്യൂസിയത്തിലുണ്ട്, ഒറിജിനലായിട്ട്. അച്ഛൻ ഒറിജിനലായിട്ട് ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്. അപ്പോൾ ആ കട്ടിലിൽ ആൾക്കാർ വന്ന് പണ്ട് കാലത്തൊക്കെ ഈ കട്ടിലിൽ കിടന്നിട്ട് അവരുടെ ശാരീരിക രോഗങ്ങൾ മാറി സൗഖ്യം കിട്ടിയ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചിലരൊക്കെ വന്ന് കട്ടിലിൽ കിടക്കുമായിരുന്നു. ഇപ്പോൾ മ്യൂസിയത്തിൽ നമ്മളത് ഒരുക്കി വെച്ച് അത് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ അനേകം അനുഗ്രഹങ്ങൾ നേടിയവർ ഉപകാരസ്മരണയായിട്ട് അവർ നിലവിളക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് തിയോഫിനച്ചൻ്റെ ആ കബറിടത്തിൽ കൊണ്ട് നന്ദി പറഞ്ഞ് വയ്ക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി നിലവിളക്കുകളുണ്ട്. ഇതൊരു ഹൈന്ദവ സംസ്കാരവും അതുപോലെ ഹൈന്ദവ വിശ്വാസമൊക്കെയുള്ള ഒരു പരിസരങ്ങളായിരുന്നത് കൊണ്ട് ഒത്തിരി ഹൈന്ദവർ ഈ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ അനുഗ്രഹങ്ങൾ നേടി അവർക്ക് കൊടുക്കാവുന്ന ഒരു ഉപകാരമായിട്ടാണ് നിലവിളക്കുകൾ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നത്. മറ്റുള്ളവർ മെഴുകുതിരി കത്തിച്ച് നന്ദി പ്രകടിപ്പിക്കാറുണ്ട്. ഇവിടെ വന്ന് തിരി കത്തിച്ച് എണ്ണത്തിരി കത്തിച്ച് നന്ദി പ്രകടിപ്പിക്കാറുണ്ട്. ഓരോ ദിവസവും അത്ഭുതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അനേകർ ഇവിടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഏറെ പ്രത്യേകിച്ച് തിങ്കളാഴ്ചകളിൽ ഒത്തിരി പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധന്യനായ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ടിരിക്കുകയാണ്. ധന്യൻ തിയോഫിനച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഈ ആശ്രമത്തിന് അകത്ത് തന്നെയാണ്. ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കബറിടം വെച്ചിരിക്കുന്നത്. ഒപ്പം ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികളാണ് തിയോഫിനച്ചൻ്റെ ഈ ഒരു കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി മാധ്യസ്ഥ്യം അപേക്ഷിച്ച് അതെല്ലാം നടത്തിക്കിട്ടുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ അവർ ഏറ്റുപറയുകയും നിരവധി പേർ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിയോഫിനച്ചൻ താമസിച്ചിരുന്ന മുറിയാണ്. അതിൻ്റെ മുന്നിലുള്ള ഭാഗമാണിത്. ഇവിടെ കുറേ കല്ലുകൾ എടുത്തു വച്ചിട്ടുള്ളത് തിയോഫിനച്ചൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ആ സ്ഥലത്ത് നിന്ന് നമ്മളത് മാറ്റിയെടുക്കുക, അത് പുതിയ സ്മൃതിപഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഖബറടക്കം മാറ്റുവാനായിട്ട് അതിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. നാമകരണ നടപടിയുടെ ഭാഗമായിട്ട്
ആദ്യം അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് കല്ലുകളൊക്കെ പൊളിച്ചു മാറ്റിയിരുന്നു. എന്നിട്ടാണ് ആ ഭൗതിക ശരീരം എടുത്ത് ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്ത് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ആ പൊളിച്ചു മാറ്റുന്ന സമയത്ത് എടുത്ത കല്ലുകളും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഡോക്ടേഴ്സ് ഉപയോഗിച്ചിരുന്ന ഗ്ലൗസും മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ രൂപതയുടെ ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരുടെയും അഭിമന്യ പിതാവിൻ്റെയും സാന്നിധ്യത്തിലാണ് കല്ലറ പൊളിച്ച് അച്ഛൻ്റെ ഭൗതിക ശരീരം എടുത്തു മാറ്റി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. തിയോഫിനച്ചൻ്റെ മുറി വളരെ ലളിതമായ ജീവിതമാണ് അച്ഛൻ നയിച്ചിരുന്നതെന്ന് ആ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ചെറിയ മുറിയാണ് അച്ഛൻ്റെ ഏകദേശം ഒരു 10 വർഷക്കാലം അച്ഛൻ്റെ ജീവിതം ഈ പൊന്നുരുന്തി പരിസരങ്ങളിലായിരുന്നപ്പോഴൊക്കെ അച്ഛൻ ഈ ആശ്രമത്തിൽ അച്ഛനാണ് ഇവിടെ ആശ്രമം കെട്ടിയതും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. ഈ മുറിയാണ് അച്ഛൻ ഉപയോഗിച്ചിരുന്നത്. ഈ മുറിയിലിരുന്നാണ് അച്ഛൻ അനേകരുടെ വേദനകൾക്ക് ആശ്വാസം പകരുവാനായിട്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആശ്വാസ വാക്കുകൾ, പ്രാർത്ഥന ഒക്കെ ഈ മുറിയിലിരുന്ന് അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛന് ഇവിടെ അച്ഛൻ്റെ കട്ടിലും അച്ഛൻ ഉപയോഗിച്ച കസേരകളും ഒക്കെ മ്യൂസിയത്തിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ മുറി ഇത് അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ചിലർ ഇവിടെ ഈ മുറിയിൽ വന്ന് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ റിലാക്സേഷൻ കിട്ടുന്നു, മാനസിക സമ്മർദ്ദങ്ങൾ മാറുന്നതായിട്ട് അനേകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാനസിക രോഗികളായിട്ട് പല പ്രശ്നങ്ങളിൽ അടിമപ്പെട്ട് മാനസിക രോഗിയായിട്ടുള്ളവരെ ഈ മുറിയിൽ കൊണ്ടുവന്നിരുത്തി കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു ശാന്തത കിട്ടുന്നു. കാരണം അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഒത്തിരി മാനസിക രോഗികൾ കൈയൊക്കെ കെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ അടുത്ത് എത്തുമ്പോൾ അച്ഛൻ ഉടനെ അവരുടെ അടുത്ത് പറയും, കൊണ്ടുവന്നവരോട് പറയും, നിങ്ങൾ കെട്ടഴിച്ച് വിടുക, കുഴപ്പമൊന്നുമില്ല. കെട്ടഴിച്ച് വിട്ട് തിയോഫിനച്ചൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവർ ശാന്തരായി നിൽക്കും. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നോർമൽ സ്റ്റേജിൽ ഈ വ്യക്തികൾ പോകുന്നത് പണ്ടുള്ള ആൾക്കാർ ഇവിടെ കണ്ടിട്ടുണ്ട്. അവർ അത് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാം വത്തിക്കാന് മുമ്പ് വരെ നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു ആത്മീയത ഉണ്ടായിരുന്നെന്ന് കാണാനായിട്ട് സാധിക്കും. ശരീരത്തെ നിയന്ത്രിക്കുവാനായിട്ടൊക്കെ മുള്ള് കൊണ്ടുള്ള ബെൽറ്റ് കെട്ടും, അതല്ലെങ്കിൽ മുള്ള് ചങ്ങല വെച്ച് ശരീരത്തെ പീഡിപ്പിക്കും. കാരണം ആത്മാവിനോട് ചേർന്ന് ശരീരം നിൽക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ തിയോഫിനച്ചനും അതൊക്കെ ചെയ്തിരുന്നുവെന്ന് അച്ഛൻ ഉപയോഗിച്ച മ്യൂസിയത്തിൽ മുള്ള് അരിഞ്ഞാണവും അതുപോലെ ഡിസിപ്ലിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഇതും ഒക്കെ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ തിയോഫിനച്ചൻ ഇവിടെ വന്ന് പൊന്നുരുന്തിയിൽ വന്നിട്ട് ഓരോ ഭവനങ്ങളിലും കടന്നു ചെന്ന് അവരുടെ സഹായം തേടിയാണ് ഈ ആശ്രമത്തിൻ്റെ ആദ്യ നാളുകൾ ഇങ്ങനെ ആത്മീയമായും ഭൗതികമായിട്ടും ഒക്കെ കൊണ്ടുപോകുവാനായിട്ട് അച്ഛൻ ആൾക്കാരുടെ സഹായവും തേടിയിരുന്നു, പള്ളി വയ്ക്കുന്ന കാര്യത്തിലായാലും. അതോടൊപ്പം തന്നെ ഇവിടെ 2 സ്കൂളുകളുണ്ട്, സെൻറ്റ് റീത്ത സ്കൂള് അതുപോലെ ക്രിസ്തുരാജ സ്കൂള്. ഈ 2 ക്രൈസ്റ്റ് ദ കിങ് സ്കൂള്, ഈ 2 സ്കൂളുകളിലെ കുട്ടികൾ തിയോഫിനച്ചൻ്റെ അടുത്ത് വരും. അച്ഛൻ അവിടെ ഇരുന്ന് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കും. പിന്നെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സമയങ്ങളിലും അതുപോലെ പരീക്ഷയുടെ സമയങ്ങളിലുമൊക്കെ അച്ഛൻ്റെ വലിയൊരു പ്രോത്സാഹനവും സാന്നിധ്യവും ഈ കുട്ടികൾ അനുഭവിച്ചതായിട്ട് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട്. ഈ 2 സ്കൂളുകളിലെ കുട്ടികൾ നോൺ ടീച്ചിങ് അതുപോലെ ടീച്ചിങ് സ്റ്റാഫ്സൊക്കെ അച്ഛൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛൻ എപ്പോഴും ഭവന സന്ദർശനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട് അച്ഛൻ ഭവനങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അച്ഛൻ്റെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്, ഒരു കാള വളരെ പ്രതിസന്ധി തീർത്ത് എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എല്ലാവരുടെയും കൈകളിൽ നിന്നും കുതറി ഓടുന്ന ആ കാളയെ തിയോഫിനച്ചൻ പിടിച്ച് ശാന്തമായിട്ട് അതിൻ്റെ ആലയിലേക്ക് കൊണ്ട് എത്തിച്ചതായിട്ട് ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില മാനസിക രോഗികളെ ചങ്ങലയ്ക്ക് കൈക്കും കാലിനും ചങ്ങലയിട്ട് വണ്ടിയിൽ കൊണ്ടുവരും. അവരെ ഇങ്ങനെ ഇവിടെ കൊണ്ട് തിയോഫിനച്ചൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ
അവരുടെ മാനസിക സംഘർഷവും മാനസിക രോഗവും മാറി നോർമലായിട്ട് ആ വ്യക്തികൾ ഇവിടെ നിന്ന് ഈ ആശ്രമത്തിൽ നിന്ന് സന്തോഷത്തോടെ പോയ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭവന ആശീർവാദത്തിനൊക്കെ അച്ഛൻ ചെന്ന് പ്രാർത്ഥിക്കും. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വീട് വെഞ്ചരിക്കാനൊക്കെ പോകുമ്പോൾ ചിലരെപ്പോഴും സന്തോഷത്തോടെ പറയാറുണ്ട്, തിയോഫിനച്ചൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, തിയോഫിനച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പഴയ തലമുറ ഇപ്പോഴും അച്ഛൻ്റെ ഓർമ്മകൾ സന്തോഷത്തോടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അച്ഛൻ്റെ കാലഘട്ടത്തിൽ അച്ഛൻ തന്നെ രൂപപ്പെടുത്തിയ ഒരു സെമിനാരി പഠന കാലഘട്ടം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പുറത്തുള്ളവരെ കൊണ്ടുവന്ന് അവർക്ക് ധാർമ്മികമായ അതുപോലെ ആത്മീയവുമായ ഉപദേശങ്ങൾ നൽകി നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അച്ഛനൊരു ചെറിയൊരു സ്കൂൾ പഠന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആശ്രമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന തന്നെയായിരുന്നു. കുർബാനയെ വളരെയധികം സ്നേഹിക്കുകയും അതിന് ആത്മാർത്ഥതയോടെ ആ കുർബാന അർപ്പിക്കുകയും ചെയ്ത വല്യച്ഛനാണ് ഇപ്പോൾ ധന്യനായ തിയോഫിനച്ചൻ. അച്ഛൻ തന്നെ ഒരു വേള പറഞ്ഞിട്ടുണ്ട്, കാരണം കുർബാന സമയത്ത് എല്ലാവരും പള്ളിക്കകത്ത് തന്നെ ആയിരിക്കണമെന്ന് അച്ഛൻ വാശി പിടിച്ച ഒരു വ്യക്തിത്വമാണ് തിയോഫിനച്ചൻ. പിന്നെ അച്ഛനൊരു ധ്യാനഗുരുവായിരുന്നു. ദേവദാസൻ അല്ലെങ്കിൽ ഇപ്പോൾ ധന്യനായി മാറിയ തിയോഫിനച്ചൻ കപ്പൂച്ചൻ സഭയുടെ ഒരു വലിയ ധ്യാന പ്രസംഗകനാണ്. അതുകൊണ്ട് കപ്പൂച്ചൻ സഭയ്ക്ക് ഇപ്പോഴും ഉണ്ട് മിഷൻ ധ്യാനങ്ങൾ, മിഷൻ ബാൻഡ്. അപ്പോൾ ആ മിഷൻ ധ്യാനത്തിൻ്റെ ആ പ്രസംഗങ്ങളിൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അച്ഛൻ അന്ന് സെമിത്തേരി പ്രസംഗങ്ങളുണ്ട്. അതായത് ധ്യാനത്തിൻ്റെ ഒരു ദിവസം എല്ലാവരും സെമിത്തേരിയിൽ വന്നുകൂടും. സെമിത്തേരിയിൽ വെച്ചാണ് അന്ന് ധ്യാന ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ തിയോഫിനച്ചൻ അന്ന് ഈ തലയോട്ടി കയ്യിലെടുത്ത് കുരിശും പിടിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയും അതുപോലെ തന്നെ ജീവിതത്തിന് വേണ്ട വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ ശക്തമായി അച്ഛൻ്റെ പ്രസംഗങ്ങൾ മാനസാന്തരത്തിന് കാരണമായിട്ടുണ്ട്. അനേകർ അവരുടെ ദുശീലങ്ങളിൽ നിന്ന് മാറി മദ്യപാനം അതല്ലെങ്കിൽ തിന്മയുടെ വഴിവിട്ട ജീവിതങ്ങൾ നയിച്ചവർ അത് ദൈവഭയത്തിലും ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും ഈ അച്ഛൻ്റെ പ്രസംഗങ്ങൾ അവർക്ക് സഹായമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, അച്ഛൻ മറ്റുള്ളവർ ഭയപ്പെടുന്ന മേഖലകളിൽ അവർ പേടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അച്ഛനെ വിളിച്ചുകൊണ്ടുപോയി അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ പ്രാർത്ഥനയും വഴി അവരുടെ ഭവനങ്ങൾ വയ്ക്കുവാനും വ്യത്യസ്ത മതവിശ്വാസങ്ങളിലായിരുന്നവർ തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് അച്ഛനെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി മലയാളികൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട്, തങ്ങളുടെ പ്രാർത്ഥനകൾ നൽകുവാനായിട്ട്, മാധ്യസ്ഥം അപേക്ഷിക്കുവാനായിട്ട് ഒരു ധന്യനെ കൂടി ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ധന്യൻ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം, അനുഗ്രഹങ്ങൾ നേടാം.